ഇനി പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും പുതുവർഷമൊക്കെ നന്നായി ആഘോഷിച്ച് ചിലരൊക്കെ ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ടാവും അല്ലേ, ചിലരിന്ന് ലീവ് എടുത്ത് വീട്ടിൽ കുത്തിയിരിക്കുന്നുണ്ടാവും, ആഘോഷമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ. ഇന്ന് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല, ട്രൈപോഡ് ഇന്നലെ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കാണാം അല്ലേ. പുതുവർഷമായിട്ട് എങ്ങനെയാണ് ചെടികളൊക്കെ നിൽക്കണേന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഭാഗത്തേക്ക് ആരെങ്കിലും വരുമ്പോൾ പറയും ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്, എന്തോ ഒരു തണുപ്പാണ്, ഒരു ശാന്തതയാണ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് അങ്ങനെ അധികം വെയിൽ കൊള്ളാത്ത അഗ്ലോണിമ ചെടികളും ഒക്കെയാണ് വെച്ചേക്കണത് കേട്ടോ. എല്ലാ ചെടികളും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. മോൺസ്റ്റേറിയ നിൽക്കുന്ന കണ്ടോ, ഇങ്ങനെ പടർന്ന് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെടി കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റിയ ചെടിയാണ്. അതായത് ഇതിൻ്റെ ഒരു തൈ ഇവിടെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിൽക്കണ കണ്ടോ, അഗ്ലോണിമ ധാരാളം തൈകളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് മാറ്റി നടേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ ട്രൈപോഡ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാലാണല്ലോ നമുക്ക് ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ച് ചെടികളൊക്കെ ചെയ്യണതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വശത്തേക്ക് വരുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ കാർ പോർച്ചിലേക്ക് കയറുമ്പോൾ നല്ലൊരു തണുപ്പാണ്, നല്ലൊരു സുഖമാണ് എന്നൊക്കെ എല്ലാവരും പറയും. കാരണം ഇങ്ങനെ ചെടികൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നണം കേട്ടോ. അധികം വെയിൽ കൊള്ളാത്ത ചെടികളാണ് ഞാനിവിടെ വെച്ചേക്കണത്. നമ്മുടെ ബട്ടർഫ്ലൈ ചെടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ബട്ടർഫ്ലൈ ചെടി എല്ലാ ഇലകളും പോയി കേട്ടോ. ഞാൻ ചട്ടി മാത്രം നിൽക്കുന്നുണ്ട്, പക്ഷേ അത് വീണ്ടും അതിനുള്ളിൽ ഇത് മുളച്ച് വരും. അങ്ങനെ വന്നതാണിത്. ഇതാ ഒരു പല്ലിക്കുട്ടിനോട് ഇരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. പല്ലിക്കുട്ടിൻ്റെ കൂടെ ശല്യമൊന്നുമില്ല, നമ്മുടെ ചെടികളൊന്നും അങ്ങനെ നശിപ്പിക്കില്ലല്ലോ. അല്ല, പ്രാണികളൊക്കെ വരുന്നുണ്ടെങ്കിൽ പിടിച്ച് തിന്നോ കേട്ടോ. മഞ്ഞ റോസിൽ മൊട്ടിട്ടിട്ടുണ്ട്, ഓർക്കിഡിൽ മൊട്ടുകൾ വന്നിട്ടുണ്ട്. എല്ലാത്തിനും നല്ല വളം DAP NPK ഒക്കെയാണ് ഞാൻ കൊടുത്തേക്കണത് കേട്ടോ. അതുകൊണ്ട് എല്ലാത്തിലും നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ജൂലിക്കുട്ടി ഇന്ന് കുറച്ച് വൈകിയാണ് വന്ന് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. ജൂലിക്കുട്ടി ആരാന്നറിയാലോ, നമ്മുടെ പട്ടിക്കുട്ടനാണ്. അവൾക്ക് കുറച്ച് വൈകിയാണ് വന്നത്. ന്യൂ ഇയർ ആഘോഷമൊക്കെ അവളും ന്യൂ ഇയർ ആഘോഷത്തിനൊക്കെ പോയി തോന്നുന്നുണ്ട്. അത് കാരണം കുറച്ച് വൈകിയാണ് ഇന്ന് വന്നത്. ഫുഡൊക്കെ കഴിച്ചു, അവിടെ അങ്ങനെ സുഖമായിട്ട് പുറകിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ പൂക്കൾ കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയണേ. നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇതിൽ. ആ ചെത്തിയിലാണെങ്കിൽ നിറയെ പൂക്കളുണ്ട്. ഞാൻ DAP ആണ് ഇട്ട് കൊടുത്തത്. കൊല കുത്തിയാണ് നിൽക്കണേ. നല്ലൊരു എന്താ പറയുക, പിങ്ക് കളർ പോലത്തെ ഒരു പൂവാണ് ഇട്ടത്. വീഡിയോയിൽ കാണുന്നേക്കാളൊരു ഭംഗിയാണ് നേരിട്ട് കാണുന്നത്. നിറച്ച് പൂക്കളുണ്ട് ഇതിലെല്ലാം പൂക്കളുണ്ടായി കഴിഞ്ഞു. ഇതാ മൊട്ടുകൾ വരുന്നുണ്ട് വീണ്ടും. എല്ലാത്തിനും കൊടുക്കുന്നത് DAP NPK വളങ്ങളുമാണ് കേട്ടോ. NPK എന്ന് പറഞ്ഞ വളമാണ് കൊടുക്കുന്നത്. അതൊക്കെ കൊടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് വേറെ വീഡിയോയിലൊക്കെ. കണ്ടോ, നമ്മുടെ അന്ന് നമ്മൾ വെട്ടി നശിപ്പിച്ച കൊങ്ങിണിച്ചെടി കണ്ടോ, നല്ല തുരുതുരാന്നിങ്ങനെ ഉണ്ടായി മുളച്ച് വന്നിട്ടുണ്ട്. അവിടെ കാന്താരി മുളക് നട്ടിട്ടുണ്ട്, മുളച്ച് വന്നിട്ടുണ്ട്. സാഫ് എൻ്റെ തീർന്നു പോയി, അതുകൊണ്ടാണ് അത് മാറ്റി നടാത്തത്. കുറച്ച് ഇലയും കൂടെ വന്നിട്ട് വേണം മാറ്റി നടാനായിട്ട്. പിടിക്കും എന്ന് വിചാരിക്കണം. ഇതിൽ പൂക്കളൊക്കെ തീരാറായി കേട്ടോ. ഇനി വീണ്ടും നമുക്കിതൊക്കെ മൊട്ടുകൾ വരുന്നുണ്ട്. എങ്കിലും ആടാതെ ഒരു വെട്ടിലിരിക്കുന്നു. ഇതാണൊരു കുഴപ്പം. അമ്മമാരെ കൊണ്ട് ഞാൻ തോറ്റു. ഇവിടെ വാടാ. പൂക്കൾ ഉണ്ടാകുമ്പോഴേക്കും വെട്ടി നശിപ്പിക്കാനായിട്ട് വെട്ടിലുകൾ എത്തും. ഈ ചെടി നിൽക്കണമുണ്ട്, എന്ത് ഭംഗിയാലേ. ഇതൊരു പുൽച്ചെടിയാണ്, നല്ല ഭംഗിയാട്ടോ. ഏത് പാത്രത്തിൽ നട്ടോ അതിൻ്റെ ഷേപ്പിൽ, ഏത് ചട്ടി നടന്നോ അതിൻ്റെ ഷേപ്പിൽ അങ്ങനെ ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ അഗ്ലോണിമ മാത്രമല്ല കലാത്തിയ എല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. കലാത്തിയൊക്കെ മാറ്റി നടാറായിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ന്യൂ ഇയർ വിശേഷങ്ങൾ. ചെടികൾ കാണിക്കാമെന്ന് വിചാരിച്ചു, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ചെടികളൊക്കെ നട്ടു വളർത്തുക. സർവ്വജീവജാലങ്ങളെയും ചെടികളെയൊക്കെ സ്നേഹിക്കുക കേട്ടോ. എല്ലാവരും ഒരു ചെടി വെച്ച് നോക്കൂ, അപ്പം അറിയാം അതിൻ്റെ ഒരു സന്തോഷം. അതിൻ്റെ പൂവുണ്ടാകുമ്പോൾ അതിൻ്റെ ഇല ഇങ്ങനെ ഭംഗിയായി നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയോ. അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക. പുതുവർഷത്തിലായിരിക്കും ഇങ്ങനെ ഒരു പുതിയൊരു ആരംഭമാകട്ടെ. ചെടികളെ ഇഷ്ടമില്ലാത്തവർ ചെടികളെയൊക്കെ സ്നേഹിച്ച് തുടങ്ങാം, ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക കേട്ടോ. അതുപോലെ മൃഗങ്ങൾക്കും ഇനി നല്ല ചൂടാണ് വരണം. അപ്പോൾ എല്ലാവരും നിങ്ങൾ കുറച്ച് വെള്ളം എല്ലാ ഭാഗത്തും ഒന്ന് വെക്കണം കേട്ടോ. ഗേറ്റിന് പുറത്തോ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക പാത്രങ്ങളിൽ. ആ വെള്ളം ഇടയ്ക്കൊന്ന് മാറ്റുകയും വേണം കേട്ടോ, അല്ലെങ്കിൽ കൊതുകുകൾ വന്നതിൽ മുട്ടയിട്ട് പെരുകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.